ബ്ലോക്ക് ചെയ്യുവനെ പലവരും ഓടി വന്ന് അവളെ വിട്ട് വട്ടം കറക്കി എന്നിട്ട് നേരെ വെള്ളത്തിലോട്ട് ചാടുന്നു. ഗായ്സ്, ഞങ്ങൾ രണ്ടുപേരും കൂടി അതെ വെള്ളത്തിൽ ചാടാൻ പോവാണ്. സാഗർ സാറിന് തൃപ്തിയായിരുന്നു. ഗായ്സ്, ഇതിൽ നമ്മൾ വീണ്ട കറക്കാൻ മാത്രം മതി. കറക്കും കറക്കാൻ മിടുക്കന ഞങ്ങളെ പോയി കറക്കി അടുത്ത ഷോട്ടിൽ നമ്മൾ വീഴും. ഡായി ചാടും. സാനിയന്റെ അമ്മയോടെ ഒന്ന് നോക്കിക്കണ്ട് പോയി അങ്ങോട്ട് പോയി ഓടിപ്പോയി. അത് കൂടെ പോണൊരു ചുരിദാർ കൂതറ നോക്കി 2 റൗണ്ട് നോക്കി അമ്മ. എവിടെ കാണുന്നല്ലോ? അതെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് വാച്ചിന്. അങ്ങനെ 5 വർഷത്തിന് ശേഷം കൺമണി കുളിക്കുകയാണ്. ബേബി ഷോ മാറിപ്പോയി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ഗായ്സ്. ഇടയ്ക്ക് നിങ്ങൾ ചാടണം അല്ലേ? ഞങ്ങൾ പുഴയിൽ ചാടും, പുള്ളി ചാടും, മണ്ണും ചാടും ഇടയ്ക്ക്. ശരിയാ. എടീ നീന്തി കാണിച്ചോന്ന്. എന്റെ നീന്തൽ നോക്കട്ടെ. കാണി നീന്തി കാണി. അങ്ങോട്ട് റെഡി? നീന്തുണ്ട് റെഡി? ഓമൽ പുഴയുടെ എന്നിട്ട് ബാക്കി നേടി എന്നോമനയുണരു നീ. മുടിക്ക് സീനാവല്ലോ ക്ലോറിൻ അല്ലേ? ക്ലോറിന്റെയോ? നിന്നോട് നീന്താനാ പറഞ്ഞ? വെള്ളം ടെസ്റ്റ് ചെയ്ത് പറയാനല്ല? ഫുൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് പറഞ്ഞല്ലേ നീ? അടുത്ത ക്യാമറ ഗേൾ എന്ത് ഇനി അവളുടെ വ്ലോഗ് എടുക്കാൻ പോണേ? എടാ നിങ്ങൾ വിളിക്കടാ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എപ്പിസോഡെന്നോ? എങ്ങനെയുണ്ടായിരുന്നു സീന്? സൂപ്പർ ചാട്ടായിരുന്നു. എനിക്കിന് പരിചയമുണ്ട്. ഇവർക്ക് വീട് ചാടിയും എനിക്ക് മതിൽ ചാടി പരിചയം. എനിക്ക് കുളത്തിലൊക്കെ നീന്തി. നിങ്ങൾക്കറിയാലോ ഗൈസ്, എന്റെ യൂട്യൂബ് കാണുകൾക്ക് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. ഞാൻ ഫുള്ളൊരു വെള്ളത്തിലാണ്. ഞാൻ ഈ വെള്ളത്തിലും ഇവള് ഈ വെള്ളത്തിലാണ്. രണ്ടാളും വെള്ളത്തിലാ. അടിച്ച് ഓഫായിട്ട് വാളൊക്കെ വെച്ചിടും ഗൈസ്. ഇവർക്ക് മറ്റേതാ. ഇവൻ വേറെ മറ്റേതാ. ഞാൻ പറയുന്നില്ല പിന്നെ എപ്പിസോഡ് എടുക്കുന്നു. ബുദ്ധിയില്ലാത്ത കുട്ടി വെച്ചിട്ട് കളയാൻ പറ്റുമോ? നായികയായി പോയില്ലേ? എനിക്കും അതന്നെ അവസ്ഥ. എന്ത് ചെയ്യും ഗൈസ്? കഴിവേറിയ അവള്. കഴിവുകൾ ഏറിപ്പോയ കുട്ടി. സോ ഓവർ ടാലന്റഡ് പേഴ്സൺ. നീ ഒന്നും കൂടി നീന്തി കാണിച്ചേ ഗൈസ്. നമുക്ക് നീന്താൻ നിശ്ചിരുന്നില്ല പുള്ളി. ഞങ്ങക്ക് ക്യാമറ സെറ്റ് ആയി ഗൈസ്. അപ്പൊ ഞങ്ങള് അഭിനയിക്കാൻ പോകണം. ഓഹോയ് 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 ഓഹോയ്. സോറി, ഞാനും ചാടി പോയില്ലേ? ചെവി വെള്ളം പോയിട്ട് ഒന്നും കേൾക്കില്ല. നല്ല ചൂട് വരുന്നുണ്ടോ? ഇന്റെ ക്യാമറ പൊട്ടി. ഞാൻ എന്റെ കണ്ണീന്ന് വീണിട്ട് സ്ക്രാച്ച് പോയി. ഞാൻ എടുക്കാം. ഇതിനെ അടുത്തായി. സാർ ഇവിടുന്ന് ട്രാക്കേ എന്നെ കുറിച്ച് വീട്ടിൽ സംസാരിക്കണോ സാർ? സംസാരിക്കാത്തതല്ലേ സാർ നല്ലത്? ആന്റമ്മയ്ക്ക് മാനസികൊന്നും ഇഷ്ടപ്പെടില്ലാതാണ് കേട്ടോ. അവരുടെ ഇഷ്ടം
കൺമണി കുളിച്ചു ഗൈസ്, എക്സ്ക്ലൂസീവ് ന്യൂസ്. ഞാനൊന്നും ഓർത്തില്ല. ഡിസൈൻ കൊണ്ടുപോയത് മുതൽ അത് കണ്ട സാഗർസാറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നായിരുന്നു ആലോചന. ഗൈസ് ഞങ്ങളുടെ ക്യാമറമാൻ വെള്ളത്തിലേക്ക് ചാടാൻ പോവാണ് ക്യാമറയും കൊണ്ട്. വിവേട്ടാ റെഡി? ടബോലൊന്നും വേണം വിവേട്ടാ, ആ സ്റ്റീൽ ബോഡി. ക്യാമറ ഒന്നും വേണ്ട, ടബോലൊന്നും വേണ്ട. ബോഡി ഷോ, ക്യാമറമാന്റെ ബോഡി ഷോ ആണ് ഗൈസ്. എടാ നിന്റെ ബോഡി ഷോ. ചാടി വിവേട്ടാ. നിനക്ക് ടീഷർട്ട് വേണ്ടെന്താ? ബോഡി ഷോ. ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ. ഇവിടെ മൂപ്പര് ഒന്നും കൊണ്ടാണ്. എന്താണ് ഒരു ഓ എന്താ മാന്യമായ ഭാഷ. റെക്കോർഡിംഗ് ആണ്. എതിർത്തൊന്നും പറയില്ല, അതാണ് വിവേകത്തിന്റെ പ്രത്യേകത. യെസ് സാർ. ക്യാമറ വെള്ളത്തിൽ ചാടി ഗൈസ്. പൂളും മേക്കപ്പ് ചെയ്യുന്ന ടീമാണത്. റെഡി സാർ? ആ സാർ. കോസ്റ്റ്യൂം എടി ഒന്ന് എന്നും കാണിക്കടി, എന്നും കാണിക്കും. അത് എന്ത് ചെയ്താലും റെഡിയാലും മുടി. അപ്പം ഇനി ഞങ്ങള് കുളിക്കാൻ പോണു ഗൈസ്. ഫോണ് ഇവരടുത്ത് കൊടുക്കാണ്, ഞങ്ങളെ വീഡിയോ എടുക്കുക. ഇനി അഭിനയിക്കാൻ പോണ ഗൈസ്. ക്ലോറിൻ വെള്ള പോയില്ല. ഒന്നുകൂടി ചാടില്ല സാർ? ഒന്നുകൂടി ചാട്ട്. വെള്ളത്തിന്റെ അടി മാത്രം മതി. റെഡി? സാർ ഒരു ഉരുപ്പിടിയാണ് കേട്ടത്. നീ കൈ എന്നിട്ട് ഒരു ട്രെയിൻ വിളിക്കണ്ട. അടുപ്പിച്ച് വെച്ചോട്ടോ. അടുത്ത ചാട്ടം ഇത് ഇപ്പൊ ഇതും ഒക്കെ വെക്കാം കേട്ടോ. ഈ കാരണം സാർ വേണ്ട. ഇതാണ് ഞങ്ങളുടെ ജോബ് പരമായിട്ടാട്ടോ. ഇത് മിക്കവാറും എയറിലാവും. കൺമണി ഓൺ എയർ. സൂപ്പർ കൺമണി നിന്നെ എല്ലാറിനെ നോക്കട്ടെ. ഞങ്ങൾ റൊമാൻറ്റിക് സീൻസ് ഇവിടെ വരുന്നല്ലേ. ഞാൻ റെഡിയാവും. നമ്മള് റെഡിയാവണല്ലേ? 15 മിനിറ്റ് വരും കേട്ടോ. മതി. ദൈവമേ 3:30 ഇപ്പൊ ഗൈസ് ആ സീന് കഴിഞ്ഞു. ഞങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് അടുത്ത സീനിലേക്ക് പോട്ടെ. ബൈ. ഇതാ അടുത്ത കോസ്റ്റ്യൂം. ഇപ്പൊ ഗൈസ് അടുത്ത കോസ്റ്റ്യൂമിലേക്ക് പോട്ടെ. ബൈ. ഒരു ബൈ റെഡി. ബൈ.